മൂന്നാറിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. മൂന്നാർ രാജീവ് ഗാന്ധി നഗറിൽ 10 വയസ്സുള്ള കുട്ടിക്ക് നായയുടെ കടിയേറ്റു. പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3 പേരെയാണ് നായ ആക്രമിച്ചത്. തെരുവ് നായ്ക്കൾക്കൊപ്പം വളർത്തു നായ്ക്കളും പ്രദേശത്ത് ഭീതി പടർത്തുന്നുവെന്ന പരാതി ഉയരും. കഴിഞ്ഞ കുറെ നാളുകളായി മൂന്നാറിൽ തെരുവുനായ ശല്യം നിലനിൽക്കുന്നതാണ്. തെരുവുനായ ശല്യം നിയന്ത്രിക്കണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് ഒരാൾക്ക് കൂടി മൂന്നാറിൽ വീണ്ടും തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. മൂന്നാർ രാജീവ് ഗാന്ധി നഗറിൽ 10 വയസ്സുള്ള കുട്ടിക്ക് നായയുടെ കടിയേറ്റു. പ്രദേശത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 3 പേരെയാണ് നായ ആക്രമിച്ചത്. തെരുവ് നായ്ക്കൾക്കൊപ്പം വളർത്തു നായ്ക്കളും പ്രദേശത്ത് ഭീതി പടർത്തുന്നുവെന്ന പരാതി ഉയരുന്നു. கொஞ்ச நாளாவே பாத்தீங்கன்னா இந்த பகுதியில தெருநாய்க்களுடைய சல்லியம் அதிகமா இருக்குது. அதே மணிக்கு வளர்ப்பு நாயையும் அந்த நாய் வளர்க்குறவங்க கட்டி போட மாட்டேங்கிறாங்க. கடந்த மாசத்திலே பாத்தீங்கன்னா மூணுக்கும் மேற்பட்டவங்க இந்த மனைக்கு നായ്കളാൽ താക്കപ്പെട്ടിരിക്കാങ്ക. രാജീവ് ഗാന്ധി നഗറിൽ മാത്രമല്ല, മൂന്നാർ ടൗണിന്റെ പലയിടങ്ങളിലും അലഞ്ഞു തിരിയുന്ന തെരുവുനായ്ക്കൾ ഭീതി പടർത്തുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സ്ഥിതിയുമുണ്ട്. രാത്രികാലങ്ങളിൽ നായകൾ കൂടുതൽ ആക്രമണകാരികളാകുന്നു. കാൽനട യാത്രികരും ഇരുചക്ര വാഹന യാത്രികരുമൊക്കെയാണ് തെരുവുനായ ശല്യത്തിന്റെ പ്രതിസന്ധി കൂടുതലായി അനുഭവിക്കുന്നത്. നായ്ക്കളെ ഭയന്നു മാത്രമേ രാത്രികാലങ്ങളിൽ ആളുകൾക്ക് മൂന്നാറിൽ സഞ്ചരിക്കാൻ കഴിയൂ. വിദേശ വിനോദസഞ്ചാരികളടക്കം എത്തുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ മൂന്നാറിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ.